CMRL എക്സാലോജിക് ഇടപാടിൽ ഇഡി അന്വേഷണം ആദ്യ LDF സർക്കാരിലേക്കും നീളുന്നു. കരിമണൽ കമ്പനിക്ക് സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നതിലാണ് അന്വേഷണം. എക്സാലോജിക് ഉടമ വീണ ടിയെ മൂന്നാം തവണ ചോദ്യം ചെയ്യാനായി ഇഡി ഉടൻ നോട്ടീസ് നൽകും. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല. വീണ ടിയെ വീണ്ടും ഇഡി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. ഒപ്പം തന്നെ ഈ അന്വേഷണം അല്ലെങ്കിൽ ചില ചോദ്യങ്ങൾ ഒന്നാം പിണറായി സർക്കാരിലേക്കും നീളുന്നുമുണ്ട്. അനൂപ്, CMRL എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങൾ ഇതിനോടകം തന്നെ ഇഡിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇഡിക്ക് അറിയാനുള്ളത് ഏത് സാഹചര്യത്തിലാണ് വീണ ടിക്ക് ഇത്തരത്തിലൊരു കരാർ CMRL നിന്ന് ലഭിച്ചതെന്നാണ്. അത് ആ അന്വേഷണമാണ് നിലവിൽ ഒന്നാം പിണറായി സർക്കാരിലേക്ക് നീളുന്നത്. ഏതെങ്കിലും തരത്തിൽ ഒന്നാം പിണറായി സർക്കാർ CMRL നൽകിയിട്ടുള്ള ആനുകൂല്യങ്ങളാണോ വീണയ്ക്ക് ഈ കരാർ ഒരുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ചില ആക്ഷേപങ്ങളൊക്കെ നേരത്തെ പല കോണിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു. CMRL ചില സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കരാർ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളുണ്ടായി. അപ്പൊ അതെല്ലാം കേന്ദ്രീകരിച്ചാണ് ഇഡിയുടെ അന്വേഷണം പുരോഗമിക്കുക. മറ്റൊന്ന്, വീണ ടിയെ വീണ്ടും വിളിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് ഇഡി ഉള്ളത്. അതിൽ പ്രധാനമായും ഒരു ഫാക്ടർ ഉള്ളത് SFIO രേഖകൾ 26,000-ഓളം പേജുണ്ട്. ആ രേഖകൾ പരിശോധിച്ച് വീണയുടെയും അതോടൊപ്പം CMRLന്റെയും മൊഴിയും വെച്ച് താരതമ്യം ചെയ്ത് അതിനുശേഷം വീണയെ വിളിപ്പിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. അനൂപ്, വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും വിഷ്ണു സുരേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.